ഹലോ, ഞാൻ ആഷ്ന ഷിഹാബ്. നമ്മുടെ നാട്ടിലിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫുഡാണ് പാൽക്കപ്പ. ഏറ്റവും ടേസ്റ്റിയായും എളുപ്പത്തിലും പാൽക്കപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 കിലോ കപ്പയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിനു വേണ്ടി കപ്പ ഇതുപോലെ കഷ്ണങ്ങളാക്കി വെള്ളവും ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ നന്നായി വെന്ത് വന്നാൽ വെള്ളം കളഞ്ഞ് ഒന്നുടച്ചെടുക്കാം. ഇതിലേക്ക് തേങ്ങയുടെ 2 പാലൊഴിച്ച് മിക്സ് ചെയ്ത് ഒന്നുകൂടൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലൊന്ന് കുറുകി വന്നാൽ ആവശ്യത്തിനുപ്പിട്ട് ഒരു 1/2 കപ്പ് തേങ്ങയുടെ 1/4 പാൽ ചേർക്കാം. 1/4 പാൽ ചേർത്ത ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണേ, അല്ലെങ്കിൽ പാൽക്കപ്പയുടെ ടേസ്റ്റ് തന്നെ വ്യത്യാസം വരും. ഇനി ഇതിലേക്കൊരു താളിപ്പ് കൂടി ചേർക്കാം. അതിനുവേണ്ടി ഒരു 10 ചെറിയുള്ളി, 4 അല്ലി വെളുത്തുള്ളി, കാന്താരിയോ പച്ചമുളകോ എരിവിനാവശ്യമായ മുളകും കുറച്ച് കറിവേപ്പിലയുമാണ് ആവശ്യം. പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും എടുക്കാം. നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ വെളുത്തുള്ളിയും മുളകും കറിവേപ്പിലയും ഇട്ട് താളിക്കാം. വേവിച്ച കപ്പയിലേക്ക് ചെറിയുള്ളിയും തേങ്ങാപ്പാലെല്ലാം ആവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബീഫ് കറിയും മീൻ കറിയെല്ലാം ഇതിന് നല്ല കോമ്പിനേഷനാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.